കായംകുളം താലൂക്ക് ആശുപത്രിയിൽ കുട്ടിയുടെ ദേഹത്ത് സൂചി തുളച്ചു കയറിയ സംഭവത്തിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ജീവനക്കാർക്കെതിരെ കൂട്ട നടപടി. 7 നഴ്സസ് അടക്കം 9 പേരെ സ്ഥലം മാറ്റിയിരിക്കുകയാണ്. മനീഷ് മഹിബാൽ ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. മനീഷ്, വിവരങ്ങൾ എന്താണ് മനീഷ്? ശ്രീജിത്ത്, 7 നഴ്സുമാർ, ഒരു നഴ്സിംഗ് അസിസ്റ്റന്റ്, ഒരു ഗ്രേഡ് നഴ്സ് എന്നിവർക്കെതിരെയാണ് നടപടി ഉണ്ടായിട്ടുള്ളത്. ഈ കുട്ടി ചികിത്സ തേടിയ ദിവസം അത്യാഹിത വിഭാഗത്തിൽ ജോലി ചെയ്ത അവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് ആലപ്പുഴ DMO ഡോക്ടർ ജമുന വർഗീസ് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. ഇത് സംബന്ധിച്ച റിപ്പോർട്ട് DHSന് DMO കൈമാറിയിരുന്നു. കഴിഞ്ഞ ജൂലൈ 19-നാണ് പനി ബാധിതനായി കായംകുളം താലൂക്ക് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ ചികിത്സ തേടിയ കുട്ടിക്കും കുടുംബത്തിനും ഈ ദുരവസ്ഥയുണ്ടായത്. ചികിത്സയ്ക്കായി ആശുപത്രി കിടക്കയിലേക്ക് ഇരുന്ന സമയത്താണ് ഈ കുട്ടിയുടെ തുടയിൽ ബെഡ്ഷീറ്റിനിടയിൽ കിടന്ന സൂചി തുളച്ചു കയറിയത്. ഉടൻ തന്നെ HIV അടക്കമുള്ള പരിശോധനകൾ നടത്തിയെങ്കിലും ഇനിയും കുട്ടിക്ക് 3 വർഷത്തോളം തുടർച്ചയായി HIV പരിശോധന നടത്തേണ്ട അവസ്ഥയുണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട് DMO നടത്തിയ അന്വേഷണത്തിൽ ഇവർ കുറ്റക്കാരാണെന്ന് കണ്ടതിന് പിന്നാലെയാണ് ഈ നഴ്സുമാർക്കെതിരെ 9 പേർക്കെതിരെ കൂട്ട നടപടി ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ശ്രീജിത്ത്. ശരി, മനീഷ് മഹിബാൽ വിവരങ്ങൾ നൽകുകയായിരുന്നു ആലപ്പുഴയിൽ നിന്ന്.